Hi friends, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോട്ടോ G22 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. ഈ ഒരു ഫോൺ റേറ്റ് എന്ന് പറയുന്നത് 10,000 രൂപ. 11,000 രൂപയാണ് റെഗുലർ പ്രൈസ്. ഓഫർ സമയത്ത് 10,000, 9,500 പ്രൈസിനൊക്കെ കിട്ടും. അപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു മോട്ടോ ഫോൺ എന്ന നിലയ്ക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ട് നമുക്ക് പറയാം. ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു മോഡൽ തന്നെയാണ് എന്ന് പറയുന്നത്. സെഗ്മെൻറ്റിനകത്ത് വരുന്ന മോട്ടോ ഫോൺസ് അല്ലാതും അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണിക്കുന്നത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഒരു മേഖലയാണ്. അപ്പോൾ അത് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചുള്ള ഒരു ഫോണാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് മോട്ടോയുടെ ഒരു ഫോൺ അൺബോക്സിങ് ചെയ്യുന്നത്. നമ്മൾ മറ്റ് പല ബ്രാൻഡുകൾ ചെയ്താലും മോട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കാരണം സർവീസ് സപ്പോർട്ട് കുറവുള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇത് കുഴപ്പമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അൺബോക്സിങ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ബോക്സ് പൊട്ടിച്ച് ഈ ഫോണിൻ്റെ പ്രത്യേകത എന്നൊക്കെയാണ്, ഈ ഒരു ഫോണിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് പെട്ടിപ്പൊടിച്ച് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് മോട്ടോ G22 എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സൊക്കെ വൻ ദുരന്ത ബോക്സാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല മോട്ടോയുടെ ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫോൺ മാത്രമല്ല, ഏത് പ്രൈസ് റേഞ്ച് ആയാലും ബോക്സൊക്കെ വളരെ ക്വാളിറ്റി കുറവാണ്. സാധാരണ ഒരു ഇതൊക്കെ നമ്മൾ ഓപ്പൺ ആയില്ല, അതുപോലെയൊക്കെയുള്ളൊരു ബോക്സ് വരുന്നത്. സാധാരണ ഒരു ബോക്സ്, ഇത്തരത്തിലൊരു ബോക്സ് വരുന്നത് ഒട്ടും പ്രൊഫഷണൽ അല്ലാത്തൊരു ബോക്സ്. അതിന് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ മോട്ടോ എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ അതിൻ്റെ കളേഴ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ 50 MP ക്യാമറ, ക്വാഡ് ക്യാമറ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. തിക്നെസ്സും 90Hz ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ബോക്സും കൊടുത്തിട്ടുണ്ട്. മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് ഫോൺ എന്ന് പറയുന്നത്. ഫോൺ ഓൾറെഡി ഇതിൻ്റെ ബാക്ക് പൗച്ചൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അതാ ഒരു ബോക്സിൻ്റെ വലിപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓക്കെ, ഇതിനകത്ത് കുറച്ച് യൂസർ മാനുവൽ, വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ സിം എജക്റ്റിംഗ് ടൂൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ 20 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് 20 വാട്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ടൈപ്പ് സി ആണ് വരുന്നത്, മൈക്രോ USB ടൈപ്പ് സിയും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബോക്സിലുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ബോക്സൊക്കെ ഇതെല്ലാം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് മോട്ടോറോള G22 എന്ന് പറഞ്ഞ ഫോൺ എന്ന് പറയുന്നത്. ബാക്ക് പൗച്ച് നമുക്ക് ഊരാം, ഓപ്പൺ ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ടോ, ഇതും നല്ലൊരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു മോട്ടോ ഫോൺ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മോഡൽ എന്ന നിലയ്ക്ക് ബാക്ക് കവർ കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ബാക്ക് പൗച്ചും ചാർജർ നോക്കിയിട്ട് കൂടെ കിട്ടും. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട്, മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചുള്ള ഫോൺ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫോണായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റുകളൊന്നും അധികം അങ്ങനെ പറ്റി പിടിക്കുന്നില്ല, മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം. തീരെ അങ്ങനെ അഴുക്കുകളൊന്നും പറ്റി പിടിക്കാത്ത പോലെ തോന്നുന്നുണ്ട്. വളരെ റഫാണ്. ബാക്ക് പൗച്ച് ഇടാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും നിലത്ത് വീഴും. അത്രയും എന്താ പറയുക, വളരെ സ്മൂത്താണത്, കയ്യിലിരിക്കുന്നില്ല, അപ്പോഴും വീണ് പോകും. ക്യാമറ ഡിസൈനൊക്കെ സാധാരണ മോട്ടോയുടെ പോലെ തന്നെ ആ ഒരു കോഴിമുട്ട ഷേപ്പിലുള്ള ക്യാമറയും, അതിനകത്ത് വീണ്ടും ഒരു കോഴിമുട്ട ഷേപ്പിലുള്ള മറ്റൊരു ക്യാമറ, 4 ക്യാമറകൾ കാണാൻ പറ്റുന്നുണ്ട്. ഫ്ലാഷ് ലൈറ്റ്, 50 MP കോഡ് ക്യാമറ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിസൈൻ വൈസ് നന്നായിട്ടുണ്ട്. IM നമ്പർ, അതുപോലെ തന്നെ മോട്ടോയുടെ ലോഗോ, മോട്ടോറോള മോഡൽ നെയിം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഡിസൈൻ നന്നായിട്ടുണ്ടെന്ന് പറയാം. ഇതിൻ്റെ ബ്ലൂവും ഗ്രീനും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേറെ 2 കളർ കൂടി വരുന്നുണ്ട്. തിക്നെസ് നോക്കുമ്പോൾ അത്യാവശ്യം 8.4 mm തിക്നെസ് വരുന്നുള്ളൂ. വലിയ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഒരു 5000 mAh ബാറ്ററിയുള്ള ഫോൺ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ആവറേജ് തിക്നെസ്, ഒരു ചെറിയൊരു ബോക്സ് ഡിസൈൻ പോലെയാണ് ഇത് വരുന്നത്. ചെറിയൊരു ബോക്സ് ഡിസൈനാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുക്കുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് മറ്റ് പല ഫോണുകളും ബാക്ക് സൈഡിൽ ഇപ്പോഴും ഫിംഗർ കൊടുക്കുന്നുണ്ട്. ചില ഫോണകത്ത് ഫിംഗർ വരുന്നില്ല, ഇവിടെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡ് മൗണ്ടഡ് വരുന്നുണ്ട്, നല്ല കാര്യമാണ്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. മുകളിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്കൊന്നും വരുന്നില്ല. ഈ ഭാഗം ക്ലീൻ ആണ്. ഇവിടെ നമുക്ക് ആകെ വരുന്നത് സിം കാർഡ് ഹോൾഡർ വരുന്നത്. ഇത് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 സിം കാർഡും മെമ്മറി കാർഡും സെപ്പറേറ്റ് ഇടാൻ പറ്റും. താഴെ നോക്കുമ്പോൾ ഒരു സ്പീക്കറിൻ്റെ ഗ്രില്ല്, അതുപോലെ ടൈപ്പ് സി ചാർജിങ് പോർട്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറൊന്നുമില്ല, മോണോ സ്പീക്കറാണ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഡിസൈൻ വൈസ് ആയാലും എല്ലാം കൊണ്ടും നല്ലൊരു ഫോണായിട്ട് നമുക്ക് പറയാം. നമുക്കതായത് ഈ ഒരു ഫോണിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വരുന്നുണ്ട്, നമുക്ക് അത് പറിച്ച് കളയാം. ഇത് പറിച്ച് കളഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ടല്ലേ, അത് പറിച്ച് കളഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്. കുറച്ച് വലിയൊരു ഫോണാണ് കേട്ടോ. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്ന പോലെ കുറച്ച് വലിയ ഫോണാണ്. 6.5 ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്നുണ്ട്, ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ ഓണാക്കാം. ഓണാകുമ്പോൾ ഇവിടെ മോട്ടോറോള എന്നുള്ളൊരു ലോഗോയും പവേഡ് ബൈ ആൻഡ്രോയിഡ് എന്നൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിൽ ഓണാക്കി സെറ്റപ്പ് ചെയ്യാം കേട്ടോ. കുറച്ച് പണിയുണ്ട് ഇതിനകത്ത്. എന്തായാലും ബാക്ക് പോച്ച് ഇടാം, അതിൽ അഴുക്കും സ്ക്രാച്ചൊന്നും ആവണ്ട. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഫോൺ ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മൾ ഒരുപാട് ചാനലുകൾ ഫോണുകളുടെയും അൺബോക്സിങ് റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ എഫോർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിൽ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
പിന്നെ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും പുതിയ ഫോണൊക്കെ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൗട്ടുകളോ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ, ഞാനൊരു മൊബൈൽ ഫോൺ സർവീസറാണ്, അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഹെൽപ്പും സപ്പോർട്ടും ഞാൻ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊരു നിയർലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലുള്ള ഒരു അനുഭവമുള്ള ഫോണാണിത്. ഇത് പ്യുവറായിട്ട് സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല, ഏകദേശം ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ബ്ലോഡ് വൈസ് വളരെ കുറവായിരിക്കും, പരസ്യം വരുന്നില്ല എന്നല്ല പറയുന്നത്, വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് മോട്ടോ G22 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഓൺ ആകുമ്പോൾ കാണുന്നതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട്, നല്ല ഡിസൈനാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പഞ്ച് ഹോൾ ഡിസ്പ്ലേയും നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. വെളിച്ചവും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ള ഫോണാണ്. ഗംഭീര റേറ്റ് എന്നല്ല പറയുന്നത്, ഒരു എബോവ് ആവറേജ് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഒരു HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്, ഫുൾ HD ഒന്നും വരുന്നില്ല, വെറും HD+ വരുന്നുള്ളൂ. പിന്നെ നമുക്കിതിനകത്ത് 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ 90 Hz എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഡിസ്പ്ലേ ഒരു ഫുൾ HD+ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നെന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് ആരും പ്രത്യേകിച്ച് ഗെയിം കളിക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല ഈ ഫോണൊന്നും, കാരണം ഇതിൻ്റെ പ്രോസസ്സറൊന്നും അത്രയ്ക്ക് ഗെയിമിങ്ങിന് പറ്റിയ സാധനമൊന്നുമല്ല. അപ്പോൾ നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഈ ഫോൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. താഴെ കുറച്ച് വലിയൊരു ബസ്സില വരുന്നത്, സൈഡിലേക്ക് നോക്കുമ്പോൾ വളരെ ചെറുതാണ്, നേരമാണ്, മുകളിലും ഇത്രയ്ക്ക് വരുന്നുണ്ട്. പഞ്ച് ഹോൾ ക്യാമറയും അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കിതൊരു കുറച്ച് ഡിസ്റ്റർബൻസ് ആവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് വലിയൊരു ഫ്രണ്ട് ക്യാമറ കൊടുക്കുന്നുണ്ട്. അന്നേരം ഡിസ്പ്ലേ വൈസ് ഓക്കെ എന്ന് പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ കൂടിയ റിഫ്രഷ് റേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, അതിന് മുൻപ് ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ക്ലീനാണ്. ആകെ ഈ കാണുന്ന ആപ്പ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അതും നല്ലൊരു കാര്യമാണ്. അബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മോട്ടോ G22 മോഡൽ നെയിം കൊടുക്കുന്നുണ്ട്, IM നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, ഇത് ആൻഡ്രോയിഡ് വെർഷൻ 12 ആണ് വരുന്നത്. അതും ഒരു നല്ല കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അതും ഒരു ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മോഡലാണെന്ന് പറയാം. അപ്ഡേറ്റിൻ്റെ കാര്യം പ്രശ്നം, മോട്ടോയുടെ ഫോൺസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്, വല്ലപ്പോഴും അപൂർവമായിട്ടാണ് അപ്ഡേറ്റുകൾ കിട്ടുക. പക്ഷേ അതിൽ ഔട്ട് ഓഫ് ദി ബോക്സ് തന്നെ ആൻഡ്രോയിഡ് 12 കൊടുക്കുന്നുണ്ടെന്നുള്ളതും ഒരു നല്ല കാര്യമാണ്. പിന്നെ ബാറ്ററി ഇൻഫർമേഷനും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, സെക്യൂരിറ്റി, ഫിംഗർ പ്രിൻറ്റ്, ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, ഇതൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയാം. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ ഇതൊരു ക്യാമറ ഫോണല്ല, ഇതൊരു സാധാരണ ഒരു ക്യാമറ ഫോണാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വൈഡ് ആംഗിൾ ക്യാമറ കൊടുക്കുന്നുണ്ട്. അതും നല്ല കാര്യമാണ്. ഇപ്പോൾ വരുന്ന പല ഫോണിനകത്തും 20,000 രൂപയുള്ള ഫോണിനകത്തും വൈഡ് ആംഗിൾ ക്യാമറ ഒഴിവാക്കുമ്പോൾ ഇവിടെ വൈഡ് ആംഗിൾ ക്യാമറ കൊടുക്കുന്നുണ്ട്. 50 MP മെയിൻ സെൻസർ കൊടുക്കുന്നുണ്ട്. സംഭവം വലിയൊരു ക്ലാരിറ്റി ഒന്നും ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ കൂടി 50 MP ഒരു ക്യാമറ സെൻസർ കൊടുക്കുന്നുണ്ട്. പിന്നെ 2 MP വീതം 2 മാക്രോ ആൻഡ് ബൊക്കെ ക്യാമറകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും യൂസിങ് ഉണ്ടാവില്ല, എന്നാലും ഒരു പേരിനെങ്കിലും കൊടുക്കുന്നുണ്ട്, കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് ഫോൺ. അത് കാരണം പക്ഷേ ക്യാമറ ഞാൻ ജസ്റ്റ് സാധാരണ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇതൊരു ക്യാമറ റിവ്യൂ ഒന്നുമില്ല, ലൈവായിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ നോർമൽ ഫോട്ടോ എന്ന് പറയുന്നത്. ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലെന്ന് പറയാം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നോർമൽ ഫോട്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, നൈറ്റ് മോഡ് വരുന്നുണ്ട്, വീഡിയോ ഫോട്ടോ മോഡിൽ തന്നെ നമുക്കിവിടെ വൈഡ് ആംഗിൾ ക്യാമറയും ഒക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബൊക്കെ മോഡ് ഇവിടെ വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ നമുക്ക് ഇത്തരത്തിൽ ഫുൾ HD നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, ടൈം ലാപ്സ് മോഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു നിയർലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോൺ ആയ കാരണം ക്യാമറയ്ക്കകത്തൊന്നും അധികം എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ഫ്രണ്ട് ക്യാമറ കുഴപ്പമില്ലെന്ന് പറയാം, വലിയ കുഴപ്പമില്ല. ഞാനും നല്ല കളർഫുള്ളായിട്ടുള്ള റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ നല്ല കുഴപ്പമില്ലാത്ത രീതി കാണുന്നുണ്ടായിരിക്കും വിചാരിക്കുന്നു. നേരിട്ട് കാണുമ്പോൾ അത്ര ഒരു സുഖമില്ല, ഒരു ആവറേജ് ക്യാമറ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും ഈ പറഞ്ഞ പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, മോർ സെറ്റിങ്സിനകത്ത് ഇത്തരം പ്രൊഫഷണൽ മോഡും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ലെന്ന് പറയാം, ക്യാമറയും വലിയ കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഈ ഫോണിനെ ക്യാമറയെ കുറിച്ചുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്, അതും ഒരു നല്ലൊരു കാര്യമാണ്. പിന്നെ 20 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ആ ഒരു അഡാപ്റ്റർ നമുക്ക് ഇതിനോട് കിട്ടുകയും ചെയ്യും. Type-C ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ഫോൺ റെഗുലർ പ്രൈസ് 11,000 രൂപയാണ്, നമുക്ക് ഓഫർ ടൈമിൽ 10,000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ 10,000 രൂപയുള്ള ഫോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു മോട്ടോ ഫോൺ എന്ന നിലയ്ക്കും കോമൺലി ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വരുന്ന മറ്റു പല ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അത്യാവശ്യം തിരക്കിയിട്ടുള്ളൊരു ഫോൺ അതെന്ന് പറയാം. പ്രൈസ് റേഞ്ചുള്ള ഫോണിന് നമുക്കധികം നെഗറ്റീവ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം അതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഇറങ്ങുന്ന ഫോണുകളാണ്. നല്ല കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 50 MP ക്യാമറ കൊടുക്കുന്നുണ്ട്, 8 MP വൈഡ് ആംഗിൾ ക്യാമറ കൊടുക്കുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുക്കുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ പഞ്ച് ഹോൾ ക്യാമറ കുറച്ച് വലുതാണെങ്കിൽ കൂടി പഞ്ച് ഹോൾ ക്യാമറ കൊടുക്കുന്നുണ്ട്. ഡിസ്പ്ലേയും വലിയ കുഴപ്പമില്ല, ഫുൾ HD ഇല്ല എന്നാൽ കൂടി നമുക്ക് എന്താ പറയുക 90 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. ഈ പ്രോസസ്സറിൻ്റെ കാര്യം പറയാൻ മറന്നു. പ്രോസസ്സർ
MediaTekൻ്റെ ഹീലിയോ G35 എന്ന് പറയുന്ന ഒരു പ്രോസറാണ്. ഗെയിം കളിക്കാനൊന്നും കൊള്ളില്ല, ഏറ്റവും മിനിമൽ യൂസിങ്ങിന് പുതിയൊരു ചിപ്സെറ്റാണ്. സാധാരണ ഏറ്റവും മിനിമം ആയിട്ടുള്ള യൂസിങ്ങിന് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. അത് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയാം. കാരണം ഈ ഒരു പ്രൈസിന് ഉണ്ട്. അപ്പോൾ പ്രോസസ്സറൊക്കെ ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം സ്നാപ്ഡ്രാഗൺ 680 ചിപ്സെറ്റൊക്കെ വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഫോണിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്.